എടേ ഇവളെ ഒരുത്തൻ കാർ ആക്സിഡൻ്റ് ആക്കി ആ കാർ അങ്ങ് കത്തിച്ച് കളയുകയാണ്. എന്നിട്ട് ഒരാളെ വിളിച്ച് മിഷൻ കംപ്ലീറ്റ് ആയി, ഇനി നിങ്ങൾക്ക് അവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല, അവൾ മരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. മറുവശത്ത് ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ ദൈവമായതിനാൽ പാവപ്പെട്ട മനുഷ്യനെ കോടീശ്വരനാക്കി മാറ്റുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഹീറോയിൻ പറയുന്ന ശബ്ദം കേട്ട് അവളുടെ അടുത്തേക്കെത്തി. ആക്സിഡൻറ്റിൽ ഹീറോയിൻ മരിക്കുന്നതായി കാണുന്നു. അവളുടെ നെറ്റിൽ തൊട്ടതും അവളുടെ ലൈഫിലുണ്ടായ നിമിഷങ്ങൾ കാണുന്നു. അവൾക്കെന്ന് പറയാനുള്ളത് മുത്തശ്ശൻ മാത്രമായിരുന്നു. എന്നാൽ മുത്തശ്ശൻ്റെ മരണശേഷം കുടുംബക്കാർ മുത്തശ്ശനെ കൊന്നത് ഇവളാണ്, അതും സ്വത്തിനായിട്ട് എന്ന് പറഞ്ഞ് ആരോപിച്ചിരുന്നു. അതിനാൽ ഹീറോ അവളെ മരണവക്കിൽ നിന്ന് രക്ഷിച്ച് അവൾക്ക് ജീവൻ തിരിച്ചു നൽകി. ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ഇവൾക്ക് എന്താണ് സംഭവിച്ചെന്നറിയില്ല. അപ്പോൾ അതുവഴി മോട്ടോർ ബൈക്കിൽ പോകുന്നത് കണ്ട് പേടിച്ച് കാൽ സ്ലിപ്പായി ഗോഡ് ഓഫ് ഡെത്തിനെ കിസ് ചെയ്യുകയാണ്. കിസ് ചെയ്തതും ഹീറോയിലുണ്ടായ മിക്ക പവറും അവളിൽ കയറുന്നു. ഹീറോയുടെ കഴുത്തിലുണ്ടായ സ്റ്റാർ സിമ്പിൾ അവളിൽ വന്നു ചേരുന്നു. കിസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവൻ്റെ കയ്യിലുണ്ടായ മിക്ക പവറും അവളിൽ വന്നു ചേർന്നെന്ന് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ കഴുത്തിലുണ്ടായ സ്റ്റാർ അവിടെ കഴുത്തിൽ കണ്ട് വീണ്ടും കിസ് ചെയ്താൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വീണ്ടും കിസ് ചെയ്യാൻ പോകുമ്പോൾ അവൾ ദേഷ്യപ്പെട്ട് അവനൊരടി കൊടുത്തിട്ട് അവിടുന്ന് പോയി. ഇവനും വീട്ടിലെത്തുമ്പോൾ അവൻ്റെ തലയിൽ ഒരു വെള്ളമുടി കണ്ട് ഞെട്ടുന്നു. ഇതേ എങ്ങനെയെങ്കിലും വേഗം റെഡിയാക്കാനായി മന്ത്ര ബുക്കൊക്കെ നോക്കുന്നു. എന്നാൽ ബുക്കിൽ ഈ കാര്യത്തെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ദിവസം ചെല്ലുന്തോറും വയസ്സായി കൊണ്ടിരിക്കുകയാണ്.